ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. തൃശൂരിലെ തന്റെ തോൽവിയുടെ പേരിൽ കോൺഗ്രസുകാർ തമ്മിലടി നിർത്തണമെന്ന് കെ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞത് കഴിഞ്ഞു, അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കരുത്. എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം. കോൺഗ്രസിന്റെ മുഖം ആരും വികൃതമാക്കരുത്. തമ്മിലടി തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും. പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായി തോൽവികൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളും ഉണ്ടാകും. പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ. എപ്പോഴും പ്രതികരിക്കേണ്ട. അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ലെന്നും മുരളീധരൻ പറഞ്ഞു. പരമ്പരാഗതമായി കോൺഗ്രസിൽ ലഭിക്കാനുള്ള വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായതാണ് തോൽവിക്ക് പ്രധാന കാരണം. കത്തോലിക്ക സഭയുടെ വോട്ടുകളിലും വിള്ളലുണ്ടായി. എന്നാൽ പാരമ്പര്യമായി ലഭിക്കാനുള്ള വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ള എന്നെ പല ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ടേ? അതുകൊണ്ടൊന്നും അല്ല തോറ്റ്. ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിന്റെ കാര്യം. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതിയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയൂല. എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷന്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല, അന്വേഷണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ? ഇത്ര അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.